ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പുതിയ ഫേസ് ലിഫ്റ്റഡ് എക്സ്റ്റർ നോക്കുന്നുണ്ട്, അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഒരു മിഡ് വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്, പിന്നെ അത്യാവശ്യം ആക്സസറീസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് എങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻ്റ് ആണ് ഈ HX4+ വേരിയൻറ്റ്. HX4ഉം HX4+ഉം ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സാണ് തരുന്നത്. 4+ലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ഓട്ടോമാറ്റിക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ഡിഫറൻസ്. അപ്പോൾ ഇത് HX4+ AMT ഓട്ടോമാറ്റിക് ആണ്. ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ട്, അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ HX4+ ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ഫേസ് ലിഫ്റ്റഡ് എക്സ്റ്ററിൻ്റെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു മിഡ് വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ബെസ്റ്റ് വേരിയൻ്റ് ആണ് ഈ HX4+ വേരിയൻറ്റ്. ഇത് HX4ഉം HX4+ഉം വരുന്നുണ്ട്. 4ഉം 4+ഉം തമ്മിലൊരു ഡിഫറൻസ് 4+ൽ ഓട്ടോമാറ്റിക് വരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് കളറാണ് ഈ വാഹനം. നമ്മൾ HS6ൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിരുന്നു. അത് സ്റ്റാറി നൈറ്റാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലാക്ക് വാഹനമാണിത്. അതുപോലെ തന്നെ ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അത്യാവശ്യം പ്രീമിയം ടച്ചുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഇതാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ DRL സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ HX4+ ആണ്. അപ്പോൾ എക്സ്റ്ററിൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണം, സൺറൂഫും കൂടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു വേരിയൻ്റാണ്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ പുതിയ എക്സ്റ്റർ എന്ന് പറഞ്ഞ ലെറ്ററിങ് കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ LED DRL വരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ DRL സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു വേരിയൻറ്റിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. HS6ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് അല്ല എന്നുള്ളതാണ്. ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റുകളും കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം പഴയ എക്സ്റ്ററിൽ കണ്ട സെയിം ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ആ ഒരു പുതിയ ബമ്പർ യൂണിറ്റ് കാണാം. ഒരു സിൽവർ ടച്ചോടുകൂടി കൊടുത്തിരിക്കുന്നു. താഴെ നമുക്കൊരു സിൽവർ ലൈൻ വരുന്നുണ്ട്. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ലുക്ക് കാര്യങ്ങളെല്ലാം പഴയ എക്സ്റ്ററിന് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിലും കാണാൻ ഭംഗിയുള്ളത് HS6 വേരിയൻറ്റ് തന്നെയാണ്. അതിന് പ്രധാന കാരണം ഇതിന് റൂഫ് റെയിൽ വരുന്നില്ല എന്നുള്ളതാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. 175, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ആ ഒരു ടോപ്പ് എൻഡിൻ്റെ ലുക്കിലുള്ള ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ നമുക്ക് ആ ഒരു സിൽവർ ലൈൻ പോകുന്നത് കാണാം. വാഹനത്തിന് ചുറ്റുപുറം ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിങ് പോകുന്നുണ്ട്. ഒരു SUV ലുക്ക് തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു നട്ടിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ആ ഒരു റഫ് ലുക്ക് തരാനായിട്ട് സഹായിക്കും. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നോർമൽ ഡോർ ഹാൻഡിൽസ് അത് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺറൂഫ് വരുന്നുണ്ട്, റൂഫ് റെയിൽസ് വരുന്നില്ല. റൂഫ് റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ചെയ്യാം. ബാക്കിൽ നമുക്ക് നോർമൽ ആൻറ്റിനയാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഈ ഒരു പോർഷൻസിലെ ഡിസൈൻസിലെല്ലാം ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മൊട്ടയടിച്ച പിള്ളേരുടെ ഒരു ലുക്കാണ് ഈ ഒരു വേരിയൻറ്റിന് ലഭിക്കുന്നത്. എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിലെ സ്പോയിലറും സൺറൂഫ് നമ്മളുടെ റൂഫ് റെയിലും ഉള്ള വാഹനമേ നിങ്ങൾ എടുക്കാമുള്ളൂ. അതാണ് ഒരു ലുക്ക് തരുന്നൊരു വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കിൽ നമുക്ക് പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡീഫോഗർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടെയിൽ ലൈറ്റ് ആ ഒരു LED H ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റ് കാണാം. അകത്ത് സ്റ്റോപ്പ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും എല്ലാം ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ വലിപ്പമുള്ള റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ആ പുതിയ ബമ്പർ യൂണിറ്റ് കാണാം. ആ സിൽവർ ഫിനിഷിൽ ബമ്പർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ സ്റ്റിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും ബാക്കിൽ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം ബേസ് വേരിയൻറ്റിൽ വരുന്ന സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 391 ലിറ്ററാണ് എക്സ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ്. CNG വാഹനത്തിൽ നമുക്ക് 225 ലിറ്റർ ബൂട്ട് സ്പേസ് എക്സ്റ്റർ തരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് തരുന്ന ഒരു വാഹനവും എക്സ്റ്റർ തന്നെയാണ്. പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബൂട്ട് സ്പേസും വീൽ ബേസും കൂടുതലുള്ള എക്സ്റ്ററിനാണ്. എക്സ്റ്ററിൻ്റെ വീൽ ബേസ് മാത്രം 2450 mm വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന്
ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു പോണ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഇൻറ്റീരിയർ എന്നുള്ളൊരു ലുക്ക്. ഒരു ഡ്യുവൽ ടോൺ കളർ എന്ന് പറയാം. പുതിയ ഒരു നേവി ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. ഹ്യൂണ്ടായുടെ തനതായ കീ ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ഒരു ലെതർ ഫിനിഷ് വരുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെമി ലെതറി ടാൻ ഫാബ്രിക് സീറ്റുകൾ എന്ന് പറയാം. ഇത് AMT ഓട്ടോമാറ്റിക്കാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരുന്നു. ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസിറ്റും എല്ലാം നമുക്കൊരു സിൽവർ ടച്ച് വരുന്നുണ്ട്. പുതിയ എക്സ്റ്ററിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പഴയ എക്സ്റ്ററിന് സിമിലറാണ്. ആ ഒരു കളർ ടോൺ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നേവി ബ്ലൂ, ഒരു ബ്ലാക്ക് ഫിനിഷ്, താഴെ ഒരു ഗ്രേ ഫിനിഷാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാണാം. അത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കും. 4 സ്പോക്കാണ്. താഴത്തെ പോർഷൻസിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ വരുന്നില്ല. ക്രൂസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് HS6 വേരിയൻറ്റിലാണ്. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ്, ഇത് AMT ആണെങ്കിലും പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നില്ല. പാഡിൽ ഷിഫ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് HS6ലാണ്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശമായിട്ട് ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത്, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് സ്റ്റിയറിംഗ് വീലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതും സ്റ്റാർട്ട് ചെയ്യുന്നത് HS6 വേരിയൻറ്റ് തൊട്ടിട്ടാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഹ്യൂണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളും വരുന്ന സെയിം യൂണിറ്റ് തന്നെയാണ്. അതിനകത്ത് TPMS സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. സ്പീഡോമീറ്റർ, RPM മീറ്റർ, അനലോഗ് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. Android Auto, Apple CarPlay വയർലെസ് ആണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, നോർമൽ ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ക്ലസ്റ്റർ യൂണിറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്ന AC വെൻസിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഓട്ടോ AC സ്റ്റാർട്ട് ചെയ്യുന്നതും HS6 വേരിയൻറ്റിൽ തന്നെയാണ്. അതിന് താഴേക്ക് വന്നാൽ അവിടെ ഒരു ഓട്ടോ നമ്മളുടെ Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കും. 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. അത് AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ ഹവേഴ്സുള്ള സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR-VMs കൊടുത്തിരിക്കുന്നു. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാണാം. ഒരു സിംഗിൾ ഡ്രിൻ സൺ റൂഫും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ HS6 വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ഓട്ടോ AC വരുന്നില്ല, ക്രൂസ് കൺട്രോൾ വരുന്നില്ല, പിന്നെ അങ്ങനെ കുറച്ചധികം ആംറെസ്റ്റ് വരുന്നില്ല. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സിനകത്ത് മിസ്സിംഗ് ആണ്. നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണം, സൺറൂഫ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വേരിയൻ്റാണ് ഈ HX4+ വേരിയൻറ്റ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് ആ ബ്ലൂ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പവർ വിൻഡോ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ആ സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഈ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമുക്കൊരു 27 വാട്ട്സിൻ്റെ ഒരു Type C ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്നു. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലൊരു സെമി ലെതറി സീറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഐസോഫിക് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഇത് ലെഗ് റൂം ആൻഡ് നീറോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിൽ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളൊരു വാഹനവും നമ്മളുടെ എക്സ്റ്റർ തന്നെയാണ്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ മൗണ്ടായിട്ട് നമുക്ക് ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിലും ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട്. എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അതിൽ ഹ്യൂണ്ടായി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സെയിം 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 83 HP പവറും 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. 19.1 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് റിയൽ ലൈഫിൽ ഒരു 14-നും 15-നും ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ 14-നും 16-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
ഈ വാഹനത്തിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് CNG അവൈലബിൾ ആണ്. സെയിം എഞ്ചിനുമായിട്ട് തന്നെയാണ് CNG പെയർ ചെയ്തിരിക്കുന്നത്. അതൊരു 69 HP പവറാണ് CNG തരുന്നത്. 95 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ് അതിൻ്റെ മൈലേജ് തന്നെയാണ്. 27.1 എൻ്റെ മൈലേജ് പറയുന്നത്. 25 ആവറേജ് മൈലേജ് നമുക്ക് ആ വാഹനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പുതിയ എക്സ്റ്ററിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റായ HX2 വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 5,79,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 6,83,000 രൂപ. ബേസ് വേരിയൻറ്റിൽ നമുക്ക് CNG വരുന്നുണ്ട്. 8,21,000 രൂപയാണ് ബേസ് CNGക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റായിട്ട് വരുന്നത് HX3 ആണ്. HX3യിൽ നമുക്ക് AMT ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 734 HX3 മാനുവലിനും അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് 8,11,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ HX3 വേരിയൻറ്റിലും CNG വരുന്നുണ്ട്. 8,72,000 രൂപ. പിന്നെ വരുന്നത് ഈ HX4 വേരിയൻ്റാണ്. HX4 മാനുവൽ ആണെങ്കിൽ 8,47, അതിൻ്റെ CNGക്ക് 9,67 പ്രൈസ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന HX4 പ്ലസ് ഓട്ടോമാറ്റിക്കിന് 9,41,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിലും 60,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് HS6 ഓട്ടോമാറ്റിക് കിട്ടും. പക്കാ വാല്യൂ ഫോർ മണി HS6 വേരിയൻറ്റ് തന്നെയാണ്. HS6ൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസിനകത്ത് മറ്റു വേരിയൻറ്റുകളുടെയും പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എക്സ്റ്റേണൽ ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.